പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സപ്തഭാഷാ സംഗമഭൂമിയായ കാസർകോട്ടെ മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച പുതുയുഗ യാത്ര കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് കോഴിക്കോട് ജില്ലയിലെ പര്യടനം നടത്തുകയാണ്. ഇന്ന് കോഴിക്കോട് ജില്ല പര്യടനം അവസാനിക്കും. എന്തായാലും കോഴിക്കോട്ടെ പ്രധാന കേന്ദ്രങ്ങളിൽ, നിയോജക മണ്ഡലങ്ങളിലെല്ലാം ആവേശോജ്വലമായ പ്രൗഢോജ്വലമായ സ്വീകരണമാണ് യാത്രയ്ക്ക് ലഭിച്ചത്. വടകരയും കുറ്റ്യാടിയും പേരാമ്പ്രയും കൊയിലാണ്ടിയുമെല്ലാം അഭൂതപൂർവമായ ജനക്കൂട്ടമാണ് വി.ഡി. സതീശനെ കാണാൻ എത്തിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസം കുറ്റ്യാടിയിലുണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട വി.ഡി. സതീശന്റെ യാത്രയെ CPM സൈബർ ഇടങ്ങളിൽ വ്യാപകമായി ട്രോളുന്നതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി ആരെയും വിമർശിക്കാൻ അവകാശമുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ഈ സതീശന്റെ യാത്രയിലുണ്ടായ ആ സംഭവത്തെ ഒരു പെരുപ്പിച്ച് കാണിക്കാനാണ് CPM ശ്രമിക്കുന്നത് എന്നതിന് തർക്കമില്ല. എന്തായാലും ഈ യാത്ര പര്യടനം തുടരുമ്പോൾ യാത്രയിൽ കോൺഗ്രസും UDF-ഉം മുന്നോട്ട് വെച്ച ലക്ഷ്യം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുമോ എന്നതാണ് കണ്ടറിയാനുള്ളത്. വിശദമായി പരിശോധിക്കാം. അതായത് വി.ഡി. സതീശന്റെ യാത്ര 3 ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി മലബാറിന്റെ ആസ്ഥാനമെന്ന് വിശേഷിപ്പിക്കുന്ന കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം പര്യടനം നടത്തിയ നാദാപുരം, വടകര, കുറ്റ്യാടി, പേരാമ്പ്ര, കൊയിലാണ്ടി, ബാലുശ്ശേരി ഇവിടങ്ങളിലെല്ലാം അഭൂതപൂർവമായ ജനക്കൂട്ടമാണ് വി.ഡി. സതീശനെ കാണാനും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനുമായി എത്തിയത്. ഒരുപക്ഷെ കോൺഗ്രസോ UDF-ഓ പോലും ഇത്രയും ഒരു ജനക്കൂട്ടത്തെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. അത്രത്തോളം വലിയ ജനക്കൂട്ടം കേന്ദ്രങ്ങളെല്ലാം എത്തിയെന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ കുറ്റ്യാടിയും കൊയിലാണ്ടിയും എല്ലാം തന്നെ കോൺഗ്രസിന് കൃത്യമായ സ്വാധീനമുള്ള പ്രദേശമാണ്. കോൺഗ്രസിനും മുസ്ലിം ലീഗിനും, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും അണികൾ വ്യാപകമായി ബൂത്ത് തലങ്ങളിൽ നിന്ന് സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തിയ ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അവിടെ യാത്രയെ ജനങ്ങൾ സ്വീകരിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ യാത്രക്കിടയിലുണ്ടായ ചെറിയ അസ്വാരസ്യങ്ങൾ യാത്രയുടെ മാറ്റു കുറച്ചു എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. നേതാക്കന്മാർ എന്തു പറഞ്ഞ് ന്യായീകരിച്ചാലും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ യാത്ര കേരളത്തിൽ അല്ലെങ്കിൽ ഇത്തരം ഇപ്പൊ മലബാറിലെ 4 ജില്ലകളിലാണ് പര്യടനം പൂർത്തിയാക്കുന്നത്. കോഴിക്കോട് ഇന്ന് പര്യടനം പൂർത്തിയാക്കും. മലബാറിലെ 4 ജില്ലകളിലൂടെ എത്തുമ്പോൾ യാത്രയെ ജനങ്ങൾ ഏറ്റെടുത്തത് ആ യാത്ര മുന്നോട്ട് വെക്കുന്ന ഒരു മുദ്രാവാക്യം കൊണ്ട് മാത്രമാണ്. കേരളത്തിൽ ഒരു പുതുയുഗം പിറക്കുമെന്നാണ് ഐക്യജനാധിപത്യ മുന്നണിയും ജാഥാ നായകനുമായ വി.ഡി. സതീശൻ പറയുന്നത്. കേരളം ഭരിച്ച് മുടിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് ബദലായി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും. ആ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സർക്കാർ കേരളത്തിന്റെ സമഗ്ര മേഖലയിലും പുരോഗതിയും വികസനവും കൊണ്ടുവരുമെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞു വെക്കുന്നത്, കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത്. ആ മുദ്രാവാക്യമല്ലേ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തത്? തീർച്ചയായും വി.ഡി. സതീശനെ ഏറ്റെടുത്തു എന്നതിനപ്പുറം കോൺഗ്രസ് അല്ലെങ്കിൽ ടീം UDF-നെ ഏറ്റെടുത്തു എന്ന് പറയേണ്ടി വരും. കേരളത്തിൽ ഇത്രത്തോളം സ്വീകാര്യത ഈ ഒരു യാത്രയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം സാധാരണക്കാരായ ജനങ്ങൾ അല്ലെങ്കിൽ വോട്ടർമാർ വെറുത്തു എന്നതിന്റെ ഒരു വശമാണ്. അതിനൊക്കെ അപ്പുറം കോൺഗ്രസിലും UDF-ലും ഇപ്പോ ഇതുവരെ ഇല്ലാത്തൊരു ഐക്യം, നേതാക്കളോടുള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ട്. അതിനൊക്കെ അപ്പുറം 10 വർഷത്തെ ഭരണത്തോടുള്ള വിയോജിപ്പ് തന്നെയാണ് ഈ യാത്രയ്ക്ക് ഇത്ര സ്വീകാര്യത ലഭിക്കുന്നത്. ചേട്ടാ, വി.ഡി. സതീശന്റെ യാത്രയാണ് പുതുയുഗ യാത്ര എന്ന് പറയുമ്പോഴും പ്രതിപക്ഷ നേതാവാണ് ക്യാപ്റ്റൻ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാണ് ഈ യാത്ര നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശന്റെ യാത്രയാണെന്ന് പറയുമ്പോഴും അവിടെ വി.ഡി. സതീശനോടൊപ്പം മൈലേജ് കിട്ടുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ എന്ന് പറയേണ്ടി വരും. ഇപ്പൊ എന്തൊക്കെ വിവാദങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ CPM-നും മാധ്യമങ്ങൾക്കും ചർച്ചയ്ക്കുള്ള അവസരം ഈ യാത്ര കൊടുത്തു എന്നതിനൊക്കെ അപ്പുറം വലിയ സ്വീകാര്യത ഷാഫി പറമ്പിലിന് കിട്ടുന്നുണ്ട്. കോൺഗ്രസോ UDF-ഓ രാഷ്ട്രീയ കേരളമോ വിചാരിച്ചതിനപ്പുറത്തേക്ക് ഒരു ആൾക്കൂട്ടം, ജനക്കൂട്ടം, സ്വീകാര്യത ഇത് കിട്ടുന്നുണ്ട്. അത് CPM-നെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തുന്നത്. കാര്യം ഒരിക്കലും CPM പോലും കരുതിയിട്ടില്ല ഇത്രയും വലിയൊരു ജാഥ ഈ പുതുയുഗ യാത്രയുമായി വി.ഡി. സതീശൻ വരുമ്പോൾ ഇത്രയ്ക്ക് വലിയ രീതിയിൽ ഇത് സക്സസ് ആകും. എന്തായാലും ആ 4 ജില്ല കഴിയുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ 4 ജില്ല കഴിയുമ്പോൾ ഈ യാത്ര സക്സസ് ആണ്. ഒരിക്കലും ഈ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ ദിവസം നടന്ന പോലുള്ള ചെറിയ കാര്യങ്ങൾ എടുത്ത് മാറ്റി വെച്ചാൽ അവിടെ എത്തുന്ന ജനക്കൂട്ടം, ആൾക്കൂട്ടം, വി.ഡി. സതീശനും യാത്രയ്ക്കും കിട്ടുന്ന സ്വീകാര്യത എന്ന് പറയുന്നത് അത് വി.ഡി. സതീശന്റെ വിജയമാണ്, UDF-ന്റെ വിജയമാണ്, കോൺഗ്രസിന്റെ വിജയമാണ്. തീർച്ചയായും യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ വലിയ മാറ്റം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്, UDF നേതാക്കന്മാർ പറയുന്നത്. കോഴിക്കോട്ടെ സ്വീകരണം പൂർത്തിയായി മുതലക്കുളം മൈതാനത്ത് വലിയ റാലിയും പൊതുസമ്മേളനവും നടക്കുന്നുണ്ട്. അതിനുശേഷം ഇത് മലപ്പുറം ജില്ലയിലേക്ക് കടന്നു വരും. മലപ്പുറം ജില്ല കഴിഞ്ഞ തവണയും കഴിഞ്ഞ ഇടതു തരംഗത്തിലും UDF-നെ ചേർത്ത് പിടിച്ച ജില്ലയാണ്. പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഇടതുമുന്നണിയിൽ നിന്ന് കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. പിന്നീട് യാത്ര പോകുന്നത് പാലക്കാട് ജില്ലയിലേക്കാണ്. പാലക്കാടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുവരവ് നടത്തേണ്ട ജില്ല. അതായത് പാലക്കാട് ജില്ലയിൽ 2 നിയമസഭാ മണ്ഡലം മാത്രമാണ് UDF-ന്റെ കയ്യിലുള്ളത്, മണ്ണാർക്കാടും നിലവിൽ പാലക്കാട് MLA പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം. മണ്ണാർക്കാട്ട് യൂത്ത് ലീഗ് നേതാവും ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതാവുമായ N. ഷംസുദ്ദീനാണ് മണ്ണാർക്കാടിന്റെ MLA.
അതോടൊപ്പം തന്നെ പാലക്കാട് പുതിയ സ്ഥാനാർത്ഥിയെ വരും. ഒരു പാർട്ടിയെ പൊതുജന മധ്യത്തിൽ ഇത്രത്തോളം അപമാനിച്ച ഒരു വ്യക്തിക്ക് പകരം ഒരു പുതിയ സ്ഥാനാർത്ഥി പാലക്കാട് കടന്നു വരും. പാലക്കാട് അവിടെയും കോൺഗ്രസ് അല്ലെങ്കിൽ UDF സേഫ് ആണെന്ന് പറയാമല്ലോ. കോൺഗ്രസ് ആദ്യം തന്നെ നിലപാട് ഘടിപ്പിച്ചല്ലോ ആ ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ആ ഒരു MLA-ക്കെതിരെ. അതുകൊണ്ട് ആ സൈഡ് കോൺഗ്രസ് സേഫ് ആണല്ലോ. തീർച്ചയായും പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഒരു പത്തനംതിട്ടക്കാരനെ പാലക്കാട് കൊണ്ട് മത്സരിപ്പിച്ച് അത് കോൺഗ്രസ് രാഷ്ട്രീയം ആ വ്യക്തിക്ക് നൽകിയ അംഗീകാരം, ആ വ്യക്തി തന്റെ പൊതുജീവിതത്തിൽ പകർത്തേണ്ട അല്ലെങ്കിൽ പൊതുജീവിതത്തിൽ കാത്തുസൂക്ഷിക്കേണ്ട ഒരു കാര്യവും കാത്തുസൂക്ഷിക്കാതെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തന്നെ താനാക്കിയ കോൺഗ്രസ് പ്രസ്ഥാനത്തെ പൊതുജനങ്ങളുടെ മുന്നിൽ അപമാനിക്കാൻ കൂട്ടുനിന്ന ആ വ്യക്തിയെ കോൺഗ്രസിനെ ബാധിച്ച അർബുദമായിരുന്നു ആ വ്യക്തി, പാലക്കാട്ടിന്റെ MLA. ആ അർബുദത്തെ കോൺഗ്രസ് കരിച്ചു കളഞ്ഞു. കോൺഗ്രസ് സമീപകാല രാഷ്ട്രീയത്തിൽ എടുത്ത ഏറ്റവും മികച്ച തീരുമാനങ്ങൾ ഒന്നാണ് ആ തീരുമാനം. ആ അർബുദത്തെ വേരോടെ കരിച്ചു കളയാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നതാണ് കോൺഗ്രസിനെ ജനങ്ങൾ ഇരുകൈയും അടിച്ച് പാലക്കാട്ടെ ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു കാര്യം. അതോടെ വിഷയത്തിലേക്ക് വരുമ്പോൾ പാലക്കാട് കോൺഗ്രസിന് കൂടുതൽ MLA-മാരെ സൃഷ്ടിക്കണം. ചിറ്റൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ നേരത്തെ കോൺഗ്രസിന്റെ കൈവശമുള്ള മണ്ഡലമായിരുന്നു. ആ ചിറ്റൂർ തിരികെ പിടിക്കണം. അതോടൊപ്പം തന്നെ കോങ്ങാടിൽ വലിയ മത്സരം നടത്തണം. പട്ടാമ്പി കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്നു. പട്ടാമ്പി തിരിച്ചു പിടിക്കണം. കോങ്ങാട് കോൺഗ്രസിന് പൊരുതി ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. ഇത്തരത്തിൽ പാലക്കാട് ജില്ലയിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയാം. പിന്നീട് യാത്ര വരുന്നത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂർ ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഈറ്റില്ലവുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മാത്രമാണ് കോൺഗ്രസിനെ തുണച്ചത്. മണലൂരും ഒല്ലൂരും തൃശ്ശൂരും കുന്നംകുളവും വടക്കാഞ്ചേരിയും ചാലക്കുടിയും അടക്കമുള്ള മണ്ഡലങ്ങൾ, നാട്ടിക പോലുള്ള മണ്ഡലങ്ങൾ, കൊടുങ്ങല്ലൂർ നേരത്തെ TN പ്രതാപൻ ജയിച്ച മണ്ഡലമാണ്, നാട്ടിക TN ജയിച്ച മണ്ഡലമാണ്, ഗുരുവായൂർ നേരത്തെ UDF ജയിച്ച മണ്ഡലമാണ്. ഇവിടങ്ങളിലെല്ലാം വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയാം. അതോടൊപ്പം തന്നെ അതിനുശേഷം യാത്ര എറണാകുളത്തേക്ക് എത്തുമ്പോൾ എറണാകുളം എക്കാലത്തും ഏത് ഇടത് തരംഗത്തിലും കോൺഗ്രസിനെ ചേർത്ത് പിടിച്ച ഐക്യജനാധിപത്യ മുന്നണിയെ ചേർത്ത് പിടിച്ച ജില്ലയാണ് എറണാകുളത്തിന്റെ മണ്ണ്. എറണാകുളത്ത് വലിയ VD സതീശന്റെ ജില്ല കൂടിയാണ്. അവിടെ വലിയ വിസ്മയം ഇത്തവണയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നീട് യാത്ര ഇടുക്കിയും കോട്ടയവും ആലപ്പുഴയും പത്തനംതിട്ടയും കഴിഞ്ഞ സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്തെത്തുമ്പോൾ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ കൂടുതൽ സീറ്റുകൾ നേടിയാൽ മാത്രമേ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ സംസ്ഥാനത്തിന്റെ ഭരണം പിടിക്കാൻ കഴിയൂ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. നിലവിൽ കോവളം ഒഴികെയുള്ള മുഴുവൻ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര നേരത്തെ UDF ജയിച്ച മണ്ഡലമാണ്. പാറശാല UDF ജയിച്ച മണ്ഡലമാണ്. വർക്കല UDF ജയിച്ച മണ്ഡലമാണ്. അരുവിക്കര UDF ജയിച്ച മണ്ഡലമാണ്. വട്ടിയൂർക്കാവ് UDF ജയിച്ച മണ്ഡലമാണ്. തിരുവനന്തപുരം സെൻട്രൽ UDF ജയിച്ച മണ്ഡലമാണ്. നെടുമങ്ങാട് UDF ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. വാമനപുരം UDF ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. ചിറയൻകീഴ് UDF ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. കാട്ടാക്കട UDF ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. ആറ്റിങ്ങൽ UDF-ന് മികച്ച മത്സരം കാഴ്ചവെക്കാനും അവിടെ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ കോൺഗ്രസിന് മികച്ച മത്സരത്തിലൂടെ ഒരുപക്ഷെ ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. ഇത്തരത്തിൽ ജയിക്കാൻ കോൺഗ്രസിന് കഴിയാവുന്ന മണ്ഡലങ്ങൾ നേമത്ത് UDF-ന് മികച്ച മത്സരം കഴിഞ്ഞ തവണ UDF മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയത് കൊണ്ട് മാത്രമാണ് BJP-യുടെ അക്കൗണ്ട് പൊട്ടിക്കാൻ കഴിഞ്ഞത്. കഴക്കൂട്ടം UDF-ന് ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. ഇവിടെയെല്ലാം മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുക. തിരുവനന്തപുരത്തിന്റെ പല മണ്ഡലങ്ങളും നേരത്തെ പോലെ UDF-ഉം LDF-ഉം തമ്മിലുള്ള മത്സരം മാത്രമല്ല നടക്കുന്നത്. NDA അല്ലെങ്കിൽ BJP തിരുവനന്തപുരത്തെ ഒരു നിർണായക ശക്തിയായി, നിർണായക ഘടകമായി നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ അവിടെ തിരുവനന്തപുരത്ത് മികച്ച മുന്നേറ്റം സൃഷ്ടിക്കാൻ കോൺഗ്രസിന് കഴിയണം. ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അത് UDF-നും കോൺഗ്രസിനും ഒരു മികച്ച മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ ആത്മവിശ്വാസം. തിരുവനന്തപുരം UDF സംവിധാനത്തിലുപരി കോൺഗ്രസ് മാത്രമാണ് അവിടെ പ്രബലമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. തീരദേശത്തിന്റെ ചില മേഖലകളിൽ മാത്രമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ കാര്യമായി എന്തെങ്കിലും സ്വാധീനമുള്ളത്. ബാക്കി എല്ലായിടത്തും കോൺഗ്രസിന്റെ മണ്ണാണ്. അവിടെ കോൺഗ്രസ് ആണ് അഹോരാത്രം പണിപ്പെടേണ്ടത്. കോൺഗ്രസ് ആണ് രാവ് പകലാക്കി ജോലി ചെയ്യേണ്ടത്. ആ ഒരു മണ്ണ്, തിരുവനന്തപുരത്തിന്റെ മണ്ണ്, അയ്യങ്കാളിയുടെയും അതോടൊപ്പം തന്നെ അനന്തപത്മനാഭന്റെയും മണ്ണിൽ വിസ്മയം സൃഷ്ടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അനന്തപുരിയിൽ അധികാരമേൽക്കുന്ന ദിവസമായിരിക്കും മെയ് മാസത്തിൽ നടക്കാൻ പോവുക. എന്തായാലും പുതുയുഗ യാത്ര കോൺഗ്രസിന്റെ ഒരു പുതുയുഗ പിറവിയായി മാറട്ടെ എന്ന് നമുക്ക് കരുതാം.